ഞാനല്ലേ പറയുന്നത്, എന്നെ വിശ്വസിക്കണം. ഇതാരോ പറഞ്ഞു പരത്തിയതാണ്. തരാം, ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് വിഡ്രോ ചെയ്യാം. ഓക്കെ, ഉറപ്പാണ്. ആരാണ് ഈ കള്ളക്കഥകൾ ഉണ്ടാക്കി വിടുന്നത്? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? മോശം. ആരാണ്ട? ആരാ? സാർ, എന്താ? എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. ആരൊരു സ്കാനിൽ അടിച്ചിറക്കിയിട്ട് നമ്മുടെ ബാങ്ക് പൊളിഞ്ഞു വന്നു. ഡെപ്പോസിറ്റേഷനോട് സമാധാനം പറഞ്ഞ് മടുത്തു. ഞാൻ പിന്നെ റിസീവർ എടുത്ത് താഴെ വെച്ചിങ്ങോട്ട് പോന്നു. എറണാകുളം ബ്രാഞ്ചിൽ ആരോ വന്ന് വഴക്കുണ്ടാക്കിയെന്ന് അവിടെ മാനേജർ വിളിച്ച് പറഞ്ഞു. അവിടെ ഫോൺ കോൾസിന്റെ ബഹള. എന്താ ചെയ്യാ സാർ? എനിക്കറിയില്ല. വേറെ ആരും ആയിരിക്കില്ല, അവൻ തന്നെ ആയിരിക്കും. ആര്? KK നായർ ആൻഡ് ഗ്രൂപ്പ്. അല്ലാതെ ആരും നമ്മളോട് ചെയ്യില്ല. അങ്ങനെ വല്ലതുമാണെങ്കിൽ കുത്തി കൊല്ലണവനെ. നമുക്ക് ഈ ഡെപ്പോസിറ്റ് എല്ലാം തിരിച്ചു കൊടുത്താ പോരെ? മതി, പക്ഷെ എവിടെ നിർത്ത് കൊടുക്കാനാ? കാശ് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കല്ലോ, ബിസിനസ് ചെയ്യല്ലേ. പിന്നെ എന്ത് ചെയ്യും? എനിക്കറിയില്ല എന്റെ ഈശ്വര. നിമേ നാരായണ, അവളോട് സമാധാനായിട്ടിരിക്കാൻ പറ. ഒന്നും സംഭവിക്കില്ല. നമ്മൾ തെറ്റിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ശിക്ഷ അനുഭവിക്കണേ? നമ്മുടെ സ്റ്റാഫ് കരഞ്ഞു കാണോ സുധാകര? പലർക്കും അറിയാം. ഫോണൊക്കെ വരുമ്പോ ആരാ സുധാകര? മേനോ സാറും വക്കീലുവാ. അറിഞ്ഞിട്ടുണ്ടാവും. അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു. എല്ലാവരും ചീട്ടുകൂട്ടാരം പോലെ തകരാൻ പോകുന്ന തോന്നുന്നത്. ഒന്നുമില്ല, നീ ധൈര്യമായിട്ടിരുന്നാ മതി. അങ്ങനെ കള്ളക്കഥ പറഞ്ഞ് തോപ്പിക്കാൻ പറ്റുമോ? നമ്മളിത് കൂളായിട്ട് ഫേസ് ചെയ്യുന്നു. നിമ്മയുടെ അകത്തുണ്ട്, അവൾ ആകെ ഭയന്നിരിക്കുക. സുധാര സാർ, നമ്മൾ കൊടുത്തിട്ടുള്ള ലോണുകളെല്ലാം എത്രയും വേഗം തിരിച്ചടപ്പിക്കണം. ആസ് സൂൺ ആസ് പോസിബിൾ. പെട്ടെന്ന് എന്നാ കിട്ടുക സാർ? ഈ ന്യൂസ് ഫ്ലാഷ് ആകുന്നതിന് മുമ്പ് കിട്ടാവുന്ന എമൗണ്ട് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ ലോൺ കൊടുത്തൊന്നും തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കണ്ട. ആകെ ലോൺ എത്ര കൊടുത്തിട്ടുണ്ടാവും? ഉദ്ദേശം ഒരു 75-80 ലക്ഷം രൂപ. മൈ ഗോഡ്. ആലോചിക്കാൻ സമയമില്ല. എല്ലാ ബ്രാഞ്ചിലും ഫോൺ ചെയ്ത് പറയാ. ഒരു കാറും എടുത്ത് ഇറങ്ങാൻ പറയാ. സർ, ഇവിടെ നമ്മൾ തന്നെ ഇറങ്ങാം. ശരി. ഇങ്ങനെ ഓടിച്ചെന്ന് ചോദിച്ചാൽ ആരാ ലോൺ തിരിച്ചടക്കുക? കിട്ടുന്നത് മതി, അത്രയും ലാഭം. എന്നാൽ താമസിക്കണ്ട, ഇറങ്ങാം.